ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൂര്യ അഞ്ജലിയോട് സംസാരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് എനിക്കെല്ലാം നഷ്ടമായെന്ന്. അഞ്ജലി പറയും ഇല്ല, നീ കാരണം എനിക്കാ നഷ്ടമായത്. എൻ്റെ ജീവിതം എനിക്ക് നഷ്ടമാകാൻ പോവാ. നീ ഇങ്ങനെ ഒരുത്തനാന്ന് നിന്നെ സ്നേഹിച്ചപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്നേ നിന്റെ മേൽവിലാസമൊക്കെ ഞാൻ അന്വേഷിക്കേണ്ടതായിരുന്നു. അത് എൻ്റെ തെറ്റ്. സൂര്യ പറയും അത് ശരിയാ, അന്ന് നീ അതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ ഈ വീട്ടിലെ ആളാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലായിരുന്നു. അഞ്ജലി പറയും കല്യാണശേഷം ഭർത്താവിനോട് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞ് നിനക്ക് വേണ്ടി കാത്തിരുന്നാ ഞാൻ, എന്നിട്ടും ഹീരോയിനെ പോലെ മാറി നടന്ന ആരാ നീയ്. ഇവിടെ പക്ഷെ അഞ്ജലിയുടെ ഭാഗത്ത് പൂർണ്ണമായി ശരിയുണ്ടെന്ന് തോന്നുന്നില്ല. അഞ്ജലി ആദ്യം മനുവിനോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ താൻ സ്നേഹിക്കുന്ന സൂര്യ ഇതാന്ന്. മനു അബദ്ധവശാൽ കണ്ടുപിടിച്ചതല്ലേ അത്. അഞ്ജലി ആണെങ്കിലും ആ വീട്ടിലുള്ള വേറെ ആരോടും പറയാനും തയ്യാറായിട്ടില്ലല്ലോ. ഞാൻ സ്നേഹിച്ചത് സൂര്യ, നീ പ്രകാശ. ആ സൂര്യ ഈ പ്രകാശം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്കറിയാം നീ മനഃപൂർവ്വം എൻ്റെ മുറിയിൽ കയറി കടന്നതാന്ന്. എന്നെ മനുവിനെ അകറ്റാനല്ലായിരുന്നു നിന്റെ ഉദ്ദേശം. അവൻ പറയും അതെ, അത് ഞാൻ സമ്മതിക്കുന്നു. നിങ്ങളെ പിരിക്കാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അഞ്ജലി പറയും എന്തൊക്കെ വന്നാലും മനു എന്നെ നിയമപരമായി ഉപേക്ഷിച്ചാലും ശരി, മനുട്ടൻ കെട്ടി ഈ താലി ജീവിതാവസാനം വരെ എൻ്റെ കഴുത്തിലുണ്ടാവും. ഗതികേട് കൊണ്ട് നിന്റെ മുന്നിൽ കഴുത്ത് നീട്ടേണ്ട ഒരു അവസ്ഥ വന്ന അന്നൊരു കയറിട്ട് ഞാൻ എൻ്റെ കഴുത്തിൽ കുരുക്കിടും. ഒരിക്കലും നിനക്കെന്നെ കിട്ടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അഞ്ജലി അവിടുന്ന് പോകുമ്പം സൂര്യയ്ക്കും അങ്ങ് വല്ലാതാവും. അവനെ എന്തൊക്കെ വന്നാലും അഞ്ജലിയെ കൂടെ കൂട്ടണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ സൂര്യ ഒന്നുകിൽ ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇത്ര പൊട്ടനാണോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. അഞ്ജലി കാണുക അഞ്ജലിയോട് ഇത്രത്തോളം ദ്രോഹം ചെയ്തിട്ട് വീണ്ടും അഞ്ജലിയെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും നിന്നു കൊടുക്കുക. അത് സൂര്യക്ക് ചിന്തിച്ചൂടെ? ഇപ്പം അഞ്ജലി അറിയാതെയായിരുന്നു സൂര്യ ഇങ്ങനെ ഓരോന്നും ചെയ്യുന്നതെങ്കിൽ ലാസ്റ്റ് സൂര്യ മാത്രം അഞ്ജലി സ്നേഹിക്കാനുള്ളായിരുന്നെങ്കിൽ ചിലപ്പം അഞ്ജലി സൂര്യയിലേക്ക് തന്നെ ചെന്നേനെ. ഇവിടെ അങ്ങനെ വരില്ല, എന്നാൽ പോലും ഒരു ചാൻസ് എങ്കിലും കണ്ടേനെ. പക്ഷെ ഇത് പ്രത്യക്ഷത്തിൽ അഞ്ജലിക്ക് എതിർത്ത് അല്ലെങ്കിൽ അഞ്ജലിക്ക് പണികൾ ഒപ്പിച്ച് സൂര്യ നിൽക്കുമ്പം ഒരിക്കലും അവൾ സൂര്യയുടെ കൂടെ ചെല്ലില്ലല്ലോ. അത് ചിന്തിക്കാനുള്ളൊരു കോമൺ സെൻസ് പോലും അവനില്ല. ഇതിൻ്റെ ഇടയ്ക്ക് യാമിനിയും വിനോദിനെയും മൈഥിലിയൊക്കെ കൂടി ചേർന്ന് വേറെ പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട്. അഞ്ജലി അവിടുന്ന് പുറത്താക്കാനും മനു മൈഥിലിയെ കെട്ടാനും അതിനിടയ്ക്ക് മനുവിൻ്റെ കാലൊന്ന് ഒടിച്ചിടാനും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പം മൈഥിലി മനുവിനെ നോക്കുമ്പോൾ മനുവിന് അവളോട് സിമ്പതി തോന്നുമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മനു അഞ്ജലിയുടെ അടുത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ തീരുമാനം, നീ ഇവിടുന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ. അവൾ പറയും ഇന്നൊരു രാത്രിയും കൂടി സമയം എന്താ, ഞാൻ ആലോചിച്ചൊരു മറുപടി പറയാം. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നാലും അച്ഛനും അമ്മയും എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നറിയാം. എന്നാൽ പോലും ഉള്ളിൽ അവർ കരയുമായിരിക്കും. അവർ ഡിവോഴ്സിന് വേണ്ടി എന്നെ നിർബന്ധിക്കുകയും ചെയ്യും. അന്നേരം ഞാൻ എന്ത് ചെയ്യും? മരണം വരെ മനുട്ടൻ കെട്ടി ഈ താലി എൻ്റെ കഴുത്തിലുണ്ടാവും. എന്നെ ഇവിടുന്ന് പോകാതിരിക്കാൻ അനുവദിച്ചൂടെ? മനു ചോദിക്കും അതെന്താ, നിനക്കും ഇവിടുന്ന് പോവണ്ട, പ്രകാശനും ഇവിടുന്ന് പോവണ്ട, രണ്ടുപേരും കൂടി എന്തെങ്കിലും ഒത്തുകളിക്കാനുള്ള പരിപാടിയാണ്. അഞ്ജലി പറയും മനുട്ടൻ്റെ ഈ മനസ്സിലിരിപ്പ് മാറാത്തിടത്തോളം കാലം നമ്മൾ ഇനി സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ രാത്രി കൂടി നമുക്കിവിടെ കടക്കാമെന്നും പറഞ്ഞ് അഞ്ജലി കട്ടിലേക്ക് കയറും. അതിനു മുമ്പ് അഞ്ജലി മനുവിനോട് പറയുന്നുണ്ടായിരുന്നു മനുട്ടൻ എന്നെ സ്നേഹിക്കണ്ട, എന്നെ നോക്കണ്ട, എന്നെ ഒന്ന് ചിരിച്ചു പോലും കാണിക്കണ്ട. പക്ഷേ മനുട്ടൻ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ എന്നൊരു സന്തോഷത്തിൽ എനിക്കിവിടെ മനുട്ടൻ്റെ ഭാര്യയായി കഴിയാം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ എന്നൊക്കെ. പക്ഷെ മനു അതൊന്നും സമ്മതിക്കുന്ന പോലെ പറയുന്നില്ല. മനുവും കയറി കിടക്കും. എന്നിട്ട് ചോദിക്കും ഈ രാത്രി കഴിഞ്ഞാൽ? അഞ്ജലി പറയും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ടാവില്ല. മനു ചോദിക്കും പിന്നെ എവിടെ പോവും? അഞ്ജലി ചോദിക്കും ഇവിടുന്ന് ഇറങ്ങിയാൽ മതിയല്ലോ. അവനൊന്നും മിണ്ടാതെ കണ്ണടച്ച് കിടക്കും. ഈ ഒരു സാഹചര്യത്തിൽ സ്നേഹ തിരികെ വന്ന് ശരണിൻ്റെ അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും മനുവിനെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ മനു സ്നേഹ സ്വീകരിക്കാൻ തയ്യാറാകുമോ? അഞ്ജലി ഏന്തി വലിഞ്ഞ് മനുവിൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കും. അന്നേരം തന്നെ മനു കണ്ണു തുറക്കുന്നുണ്ട്. ഒന്നും പറയാതെ അഞ്ജലി തിരിഞ്ഞു കിടക്കും. മനുവും കണ്ണടയ്ക്കും. അഞ്ജലി കരയുവാണ്. അഞ്ജലിയുടെ അച്ഛനും അമ്മയും അഞ്ജലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. രാജു പറയുന്നുണ്ട് അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും ഒരു സങ്കടമാണ്, അവളെപ്പോഴും കൂടെ ഇല്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. വീണ പറയും എൻ്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചേ, കല്യാണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? അമ്മയുടെ മടിയിൽ കിടന്നാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ, അച്ഛൻ്റെ കൂടെ ഇരുന്നാലേ ആഹാരം കഴിക്കത്തുള്ളൂ. ഇപ്പം കണ്ടില്ലേ, മാറിയില്ലേ? എല്ലാ ദിവസവും അവരെ ഓർക്കാറ് പോലും ഇല്ല, വിളിക്കുന്നത് പോലും വല്ലപ്പോഴും. അഞ്ജലി ആണെങ്കിൽ എല്ലാ ദിവസവും വിളിക്കാറെങ്കിലും ഉണ്ട്. ഒരു കുഞ്ഞൊക്കെ ആവട്ടെ, പിന്നെ ഈ വിളിയൊക്കെ അങ്ങ് നിൽക്കും. രാജു ചോദിക്കും അപ്പം നമുക്ക് സങ്കടമാവില്ലേ? വീണ പറയും സങ്കടമൊക്കെ ആവും, എന്നാലും ഒരു കാര്യം ഓർത്ത് സമാധാനിക്കാം, അവൾക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആണല്ലോ എന്ന്. അങ്ങനെ ഉള്ളപ്പോഴാണ് വീട്ടുകാരോടുള്ള വിളി കുറയുന്നത്. പകരം അവിടെ എപ്പോഴും കഷ്ടപ്പാടും സങ്കടമാണെങ്കിൽ നിരന്തരം വീട്ടുകാരെ വിളിച്ചുകൊണ്ടേയിരിക്കും. രാജു പറയുന്നുണ്ട് അഞ്ജലിക്ക് അവിടെ സന്തോഷമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീണ ചോദിക്കും അങ്ങനെയല്ലേ? രാജു പറയും കുഴപ്പമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, എനിക്കെന്തോ അവളെ കണ്ടപ്പോൾ ഒരു സങ്കടമുള്ള പോലെ. നമുക്ക് നോക്കാമെന്നും പറഞ്ഞ് അവർ കിടക്കാൻ പോകും. അഞ്ജലി ഉറക്കം വരാതെ കിടക്കുകയാണ്. മനു നല്ല ഉറക്കമായിട്ടുണ്ട്. അഞ്ജലി കൈയെടുത്ത് അവൻ്റെ നെഞ്ചിൽ വെക്കും. മനു ഉറക്കത്തിൽ തന്നെ തിരിഞ്ഞു കിടക്കും. അഞ്ജലിക്ക് ആകെ സങ്കടം തോന്നും. അവൾ വിഷമത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ സോഫയിൽ കിടക്കുന്ന ഷോളും ഇട്ട് ഫോണും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങും. മുറിയിലേക്ക് ഒന്നുകൂടി നോക്കി വളരെ സങ്കടത്തോടെ തന്നെ മുറി അടച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകും. ഇതൊന്നും അറിയാതെ മനു ഉറക്കത്തിലാണ്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. പൂക്കാലം അധിക നാൾ ഉണ്ടാവില്ല. പുതിയ സീരിയൽ വരുന്നുണ്ട്. പൂക്കാലാണ് തീരാൻ പോകുന്നത്.